വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 18-ാം ഞായറിൽ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രവിച്ചതിൻ്റെ തുടർച്ചയാണ്. യോഹന്നാൻ 6-ാം അധ്യായം 24 മുതൽ 35 വരെ വാക്യങ്ങൾ. യേശുവും ജനക്കൂട്ടവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ വചനഭാഗത്തിൻ്റെ ശ്രദ്ധേയമായ കേന്ദ്രം. യേശുവിനെയും ശിഷ്യരെയും അന്വേഷിക്കുന്ന ജനക്കൂട്ടത്തെയാണ് ആദ്യം സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. തുടർന്ന് അവർ യേശുവിനെ കണ്ടുമുട്ടുന്നതും യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും സുവിശേഷകൻ വിവരിക്കുന്നു. യേശു വർദ്ധിപ്പിച്ച അപ്പം ഭക്ഷിച്ച ജനക്കൂട്ടം യേശുവിനെ അന്വേഷിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് യേശു ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഒരു വഞ്ചിയിൽ കയറി യേശുവിനെ അന്വേഷിച്ച് കഫർനാമിൽ എത്തുന്നു. തുടർന്നുള്ള യേശുവും ജനക്കൂട്ടവും തമ്മിലുള്ള സംഭാഷണത്തിനും അവിടുത്തെ പ്രഭാഷണത്തിനും അങ്ങനെ കഫർനാം വേദിയാകുന്നു. കഫർനാമിൽ വെച്ചുള്ള ജനക്കൂട്ടത്തിന്റെ യേശുവിനോടുള്ള ആദ്യ ചോദ്യം, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? വായനക്കാരെ ഈ ചോദ്യം ഓർമ്മിപ്പിക്കുന്നത് അവർ യേശു പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് അജ്ഞരാണെന്നാണ്. അതിനാൽ ജനക്കൂട്ടത്തിന്റെ ചോദ്യത്തിന് യേശു ഉത്തരം നൽകുന്നില്ല. പകരം തന്നെ അന്വേഷിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ലക്ഷ്യത്തിലേക്ക് യേശു സംഭാഷണം വഴി തിരിച്ചുവിടുന്നു. യേശു പ്രവർത്തിച്ച അത്ഭുതത്തെ ജനക്കൂട്ടം ഒരു അടയാളമായി കാണാതെ അവരുടെ വയറ് നിറയ്ക്കുവാനുള്ള ഒരു മാർഗമായി മാത്രം അതിനെ നോക്കിക്കാണുന്നു. അത്ഭുതത്തെ അടയാളമായാണ് 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. ജീവൻ നൽകുന്ന യേശുവിന്റെ അടയാളങ്ങൾ കാണുന്ന ശിഷ്യർ യേശുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ അപ്പം വർദ്ധിപ്പിച്ച അടയാളം കണ്ട ജനക്കൂട്ടം യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് യേശു അവരുടെ ഹൃദയ കാപട്യത്തിലേക്ക് തിരിയുകയാണ്. നശ്വരമായ അപ്പമാണ് അവർ അന്വേഷിക്കുന്നതെന്നും പകരം അനശ്വരമായത് അന്വേഷിക്കണമെന്നും യേശു വ്യക്തമാക്കുന്നു. മനുഷ്യപുത്രന് അനശ്വരമായ അപ്പം നൽകാൻ കഴിയും. കാരണം അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ മുദ്ര തന്നെയാണ്. അനശ്വരമായ അപ്പം അന്വേഷിക്കണമെന്ന് നിർദ്ദേശം ജനക്കൂട്ടം ശ്രവിച്ചു എന്നതിൻ്റെ സൂചനയാണ് തുടർന്ന് സുവിശേഷകൻ നൽകുന്നത്. അതുകൊണ്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നു. അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ യേശു തന്നെ അനന്യതയിലേക്ക് തിരിയുകയാണ്. താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും അതിനാൽ തന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുമാണ് യേശു നൽകുന്ന മറുപടി. ഉടനെ അവർ കണ്ടു വിശ്വസിക്കേണ്ടതിന് അടയാളം അന്വേഷിക്കുന്നു. ഇവിടെ ജനക്കൂട്ടത്തിന്റെ വിശ്വാസത്തിന്റെ ബാഹ്യമായ സ്വഭാവം വ്യക്തമാക്കപ്പെടുകയാണ്. കാരണം അവരുടെ കൺമുൻപിൽ വെച്ച് യേശു പ്രവർത്തിച്ച അടയാളം അവർ തിരിച്ചറിയുന്നില്ല. മരുഭൂമിയിലെ തങ്ങളുടെ പൂർവികരുടെ അനുഭവം, മന്ന ഭക്ഷിച്ച അനുഭവം ചോദ്യത്തിന് അവലംബമായി എടുത്തു കാട്ടുന്നു. പക്ഷെ യേശു അവരുടെ അറിവിനെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയ വെളിപാട് നടത്തുകയാണ്. മോശയല്ല, യേശുവിന്റെ സ്വർഗസ്ഥനായ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകുന്നവൻ. ഈ അപ്പമാകട്ടെ ജീവൻ നൽകുന്നതുമാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ നൽകിയവൻ തന്നെ അടയാളമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ ചോദ്യത്തിന് യേശു ഉത്തരം നൽകുകയാണ്. കാരണം യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ അപ്പം. അവിടുന്നാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്. അങ്ങനെ ദൈവത്തിന്റെ അപ്പത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം മാത്രമല്ല, യേശുവും സംഭാഷണത്തിന്റെ യഥാർത്ഥ വിഷയമാണെന്ന് തിരിച്ചറിയാൻ നാം പ്രാപ്തരാവുകയാണ്. യേശുവാണ് യഥാർത്ഥ അപ്പം എന്ന് ശരിയായി മനസ്സിലാക്കാതെ ജനക്കൂട്ടം, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ജനക്കൂട്ടം അപ്പം ആവശ്യപ്പെടുന്നതും സമറിയാക്കാരി സ്ത്രീ വെള്ളത്തിനായി അഭ്യർത്ഥിക്കുന്നതും തമ്മിലുള്ള സാമ്യത സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. സമറിയാക്കാരി സ്ത്രീയെ പോലെ ജനക്കൂട്ടം യേശുവിന്റെ വാക്കുകളുടെ ഒരു ഭാഗം
മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അതായത് യേശു നൽകുന്ന അപ്പം അവരുടെ പൂർവികർക്ക് നൽകപ്പെട്ട അപ്പത്തേക്കാൾ നല്ലതാണ്. എന്നാൽ എന്തുകൊണ്ടാണിത് നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. യേശു വാഗ്ദാനം ചെയ്യുന്ന അപ്പം എപ്പോഴും നൽകപ്പെടുന്നില്ല. പക്ഷെ അത് യേശുവെന്ന വ്യക്തിയിൽ ഒരിക്കൽ മാത്രം നൽകപ്പെടുന്നു. അതുകൊണ്ട് യേശു സ്വയം വെളിപ്പെടുത്തുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. ജനക്കൂട്ടം ആവശ്യപ്പെട്ട അപ്പം അവരുടെ മുമ്പിൽ തന്നെയുണ്ട്. അവർ അഭ്യർത്ഥിച്ച വ്യക്തി താനാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. യേശുവിൽ മാനുഷിക ആഗ്രഹങ്ങൾ മാത്രമല്ല, ശാശ്വതമായ നിലനിൽപ്പും സാധ്യമാകുന്നു. തുടർന്നുള്ള പ്രസ്താവന ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യേശുവിലേക്ക് വരുന്നതും വിശ്വസിക്കുന്നതും പര്യായ പദങ്ങളായിട്ടാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. ദാഹിക്കുക എന്ന പ്രയോഗത്തിന് നിരവധി പ്രതീകാത്മക അർത്ഥങ്ങളുണ്ട്. ഒന്ന്, പുറപ്പാട്. മരുഭൂമി യാത്രയിൽ ദൈവം ഇസ്രായേലിയരുടെ വിശപ്പിനും ദാഹത്തിനും മന്നായും പാറയിൽ നിന്ന് ജലവും നൽകി. രണ്ട്, ഹെബ്രായ പാരമ്പര്യം ദൈവത്തിന്റെ വെളിപാട് ഇസ്രായേലിയരുടെ ഭക്ഷണവും ജലവുമായി ചിത്രീകരിക്കപ്പെടുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ ജീവന്റെ അപ്പം യേശുവിന്റെ പ്രബോധനവും വെളിപാടുമാണ്. അവസാനമായി, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന പ്രതീകം ദിവ്യബലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവ്യബലിയുടെ പ്രതീകാത്മകതയാണ് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. മനുഷ്യജീവൻ ആവശ്യമായത് യേശുവിൽ ലഭ്യമാണ്. പ്രിയമുള്ളവരെ, ഭൂതകാലം അപ്രധാനമാണെന്ന് യേശു ശരിക്കും കരുതുന്നില്ല. പാരമ്പര്യം തള്ളിക്കളയാനല്ല യേശു വന്നത്. ദൈവജനത്തിന്റെ ശ്രദ്ധ നിയമത്തിൽ നിന്ന് തന്നിലേക്ക് മാറ്റുവാനാണ് അവൻ വന്നത്. യേശു നമ്മെയും അതുപോലെ വെല്ലുവിളിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്ന് അവനിൽ ആശ്രയിക്കുവാനും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിലും അവൻ പ്രവർത്തിക്കുന്നത് കാണുവാനും യേശു നമ്മെ വെല്ലുവിളിക്കുന്നു. പാരമ്പര്യം പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈശ്വര സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ആത്മീയ കാഴ്ചയും. നമുക്ക് കണ്ണും മനസ്സും ഹൃദയവും തുറക്കാം, കർത്താവായ യേശുവിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.